തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ സ്ഥാനാർത്ഥികളാക്കി മത്സര ചൂട് കൂട്ടുകയാണ് ഓരോ മുന്നണികളും. അപ്പോൾ പിന്നെ വോട്ടർമാരായ യുവാക്കളുടെ അഭിപ്രായം കൂടി അറിയണ്ടേ? എന്നാൽ പിന്നെ തിരുവനന്തപുരത്തെ ജെൻസി ട്രെൻഡ് അറിയാം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ വുമൻസ് കോളേജിലെ ക്യാൻറ്റീനിലാണ്. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ പൊട്ടിപ്പൊടിക്കുകയാണ്. അപ്പോൾ നമുക്കും ഇവരുടെ ഒപ്പം അങ്ങ് കൂടാം. ആദ്യത്തെ വോട്ടാണോ ഇത്? അല്ലല്ല, രണ്ടാമത്തെ. നമുക്ക് സ്വന്തമായിട്ട് കുറേ ഇത് കാണുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലരുടെ നോംസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പം ആ ഒരു പാർട്ടി വരരുതെന്നുള്ളൊരു ഇതാണുള്ളത്. എനിക്ക് തോന്നുന്നു മനസ്സിലാവും തോന്നുന്നു എല്ലാവർക്കും വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു. ആര് ജയിക്കണം എന്നാണ് വിചാരിക്കുന്നത്? പൊതുവെ ആര് തോക്കണം എന്നാണ് വിചാരിക്കുന്നത്? തോൽക്കണം എന്ന് പറയുന്നത് ഇപ്പം പൊതുവേ ഞങ്ങൾക്ക് റൈറ്റ് അങ്ങോട്ടേക്ക് വലിയ താല്പര്യങ്ങളില്ല. കൊല്ലം UDF പിടിക്കുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ സീറ്റിലുമുള്ള അതായത് മത്സരിക്കുന്ന ആളുകളെ നമ്മൾ ഓൾറെഡി കാൻഡിഡേറ്റ്സിനൊക്കെ ഡിസൈഡ് ചെയ്തു. ഇപ്പം LDFുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അപ്പുറം ഇവിടെയുള്ള ഒരു BJP ആധിപത്യം ഇല്ലാതാക്കണം എന്നുള്ളതാണ്. BJP ഒരിക്കലും ഒരു സീറ്റ് പോലും കേരളത്തിൽ പിടിക്കരുത് എന്ന് ശക്തമായിട്ട് വിചാരിക്കുന്നു. എന്നാൽ ആര് ജയിക്കരുത് എന്നാണ് വിചാരിക്കുന്നത്? വ്യക്തിപരമായ അഭിപ്രായം എങ്ങനെ ഞാൻ പബ്ലിക്കായിട്ട് പറയും. വോട്ട് ചെയ്യാതെ പോരുത്. നമുക്ക് വേണ്ടത് നിഷ്പക്ഷ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിലുള്ളൊരു പങ്കെടുപ്പാണ് നമുക്ക് വേണ്ടത്. പറ്റുന്നവർ പോയി വോട്ട് ചെയ്യുക മാക്സിമം. ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന ആറ്റിറ്റ്യൂഡ് മാറ്റുക. കുറച്ച് എക്സൈറ്റഡും ആണ്. വളരെ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലുള്ളൊരു വോട്ടിംഗ് പ്രോസസ്സ് നടക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. ശാന്തിവിളയിൽ BJP ജയിക്കരുത് എന്നാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നോക്കും. ശക്തമായിട്ടുള്ള മത്സരം തന്നെ ഉണ്ട് അവിടെ. എക്സാമാണ്. ഇപ്പോൾ എക്സാം കഴിഞ്ഞാൽ അവിടെ പോയി പാർട്ടിയിൽ പ്രചരണത്തിന് ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ജെൻസികൾക്കും നല്ല രാഷ്ട്രീയ ബോധമുണ്ടെന്നാണ് തിരുവനന്തപുരത്തെ വുമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ പറഞ്ഞു വെക്കുന്നത്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.